അങ്ങനെ 120B അനുസരിച്ചുള്ള ഒഫൻസിനകത്ത് എൻ്റെ മുമ്പിൽ ഒരു വളരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ സ്ഥാനത്ത് നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ഒരു 2 പേരുടെ കാര്യം ഡീൽ ചെയ്യാൻ എനിക്കിട വന്നിട്ടുണ്ട്. ഞാനത് കർശനമായിട്ട് ഡീൽ ചെയ്തിട്ടുമുണ്ട്. അവരുടെ പേർക്ക് ട്രയൽ നടക്കണം എന്ന് പറഞ്ഞ് ഞാൻ വിധിയും കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അത് കഴിഞ്ഞാൽ അത് പിന്നെ സുപ്രീം കോടതിയിലും ഒക്കെ പോയെങ്കിൽ പോലും ഒന്നും നടന്നില്ല, ഒരു കാര്യമില്ല. അവർ ട്രയൽ ഫേസ് ചെയ്യേണ്ട ഗതികേടിലിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇതുപോലെ ചെയ്യും. അവർ ലൈം ലൈറ്റിലേക്ക് വരത്തില്ല, അവർ വെളിയിലേക്ക് അവർ വരത്തില്ല. പക്ഷേ അണികളാണ് ഈ വെളിയിലേക്ക് വരുന്നത്. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. അത് ഏത് പാർട്ടിയുടെ ആയാലും എതിർഭാഗത്തുള്ള പാർട്ടിയുടെ ആയാലും നേതാക്കൾ തമ്മിൽ കണ്ടാൽ കെട്ടിപ്പിടിക്കും, വളരെ കാര്യം പറയും, കുശലം പറയും, അവരങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിന് പോയി ഇതെല്ലാം ചെയ്യും. പക്ഷെ അണികൾ തമ്മിലുണ്ടല്ലോ വലിയ വൈരാഗ്യത്തിൽ നിർത്തണം എന്ന് ഈ നേതാക്കൾക്ക് ആഗ്രഹമുണ്ട്. കാരണം അണികൾ വൈരാഗ്യം അങ്ങോട്ട് കാണിച്ച് ഫീൽഡിൽ ഇറങ്ങേണ്ടത് ഈ അണികളാണ്. ഇവർക്ക് ഉടയാത്ത ഉടുപ്പ് ഇട്ട് വൈറ്റ് കോളറുമായിട്ട് അവിടെ ഇരുന്നാൽ മതി, കുഴപ്പമില്ല. ഈ അണികളാണ് ഇങ്ങോട്ട് ഇറങ്ങി ബളം ഉണ്ടാക്കുന്നതും തമ്മി വെട്ടി കൊല്ലുന്നതും അണികളാണ്. ഇത് ഇങ്ങനല്ല നമ്മുടെ വേണ്ടത്. നമ്മുടെ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കളൊക്കെ മടുത്തു കഴിഞ്ഞു. ഈ രാഷ്ട്രീയം അതാണ്. ഇതിപ്പോൾ ഇതിനകത്ത് കുറേ കൂലിപ്പടയാളികളും പിന്നെ ഇതുമായിട്ട് മാത്രം നടക്കുന്ന ആളുകൾ ഉണ്ട്. കുറേ വീട്ടിൽ നിന്ന് സൈക്കിൾ ചെയിനും വടിവാളും കമ്പിപ്പാരയൊക്കെ ആയിട്ടാണ് കോളേജിൽ പഠിക്കാൻ പോകുന്നവന്മാരുണ്ട്. അങ്ങനെയുള്ളവന്മാർ മാത്രമാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ വൃത്തികൾ കൊണ്ട് നടക്കുന്നത്. അതല്ലാതെ കൊള്ളാവുന്ന ആരും രാഷ്ട്രീയത്തിലേക്ക് വരത്തില്ല. ഈ വടിവാളും സൈക്കിൾ ചെയിനുമായിട്ട് പോകുന്നവനാണ് അവസാനം നമ്മളെ ഭരിക്കേണ്ട രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ നമ്മളെ ഭരിക്കേണ്ടവൻ്റെ ക്വാളിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ എന്താണെന്ന്. ഇങ്ങനെയുള്ളവനാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്, അങ്ങനെയുള്ളവരാണ് നാട് ഭരിക്കുന്നത്. ഞാൻ അങ്ങനെ അങ്ങോട്ട് നടന്നിട്ടുണ്ട്, ഞാൻ നെഞ്ചും വിരിച്ച് നടന്നു, ഇതൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം, അല്ല വേറൊന്നുമില്ല. അടിയുടെയും ഇടിയുടെയും വാളിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നെഞ്ചു വിരിച്ച് നടന്നു, വലിയ കാര്യമല്ലേ? ഇങ്ങനെയുള്ളവരാണ് നമ്മളെ ഭരിക്കാൻ വരുന്നത്. അപ്പോൾ അവരുടെ ക്വാളിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. മേശപ്പുറത്ത് കയറി ഡാൻസ് കളിക്കുന്നവനാണ് നിയമസഭയുടെ, അയാളാണ് മന്ത്രിയായിട്ടിരിക്കുന്നവർ, അതുപോലേക്ക് നമുക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മളെ ഭരിക്കുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്താണുള്ളത്? അതുകൊണ്ട് ജനങ്ങളൊക്കെ, യുവാക്കളൊക്കെ പ്രത്യേകിച്ചും മടുത്തു. കുറേ പേര് ഇതുപോലെ DYFIയും SFIയിലും ഒക്കെ ചേർന്നാൽ മാത്രമേ ജോലി കിട്ടൂ, ഗവൺമെൻറ് ജോലി കിട്ടൂ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കൂടെ കുറേ പേര് നടപ്പുണ്ട്, കുറച്ച് പേര്. ബാക്കിയുള്ള ആളുകളെല്ലാം തെരുവുണ്ടകളായിട്ട് അതപ്പതിച്ച് പോവുകയാണ്. ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനൊക്കും? ഈ രീതിയിലേക്ക് പോവുകയാണ്. നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അഴിമതി, അക്രമം. പിന്നെ വേറെ കാര്യമുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട്, ഇപ്പോൾ ഈ TP മർഡർ കേസ് വന്നതോടുകൂടി ഞാൻ പറയുന്നതാണ്, 5-6 വർഷമായിട്ട് കണ്ണൂർ കൊലപാതകം കേൾക്കാറുണ്ടോ? ഇല്ല. അതിൻ്റെ കാര്യം എന്താ? മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്നു, ഭരിക്കുന്നു. അപ്പോൾ ഇവരിരുന്നാൽ നല്ലതാണ് ഒരു കാര്യത്തിൽ, കണ്ണൂരിൽ കൊലപാതകം ഉണ്ടാകും.